ഊർജ്ജസ്വലമായ അവതരണത്തിന് പേരുകേട്ട മഹാരാഷ്ട്രയിലെ ജനപ്രിയ നാടോടി നൃത്തവും സംഗീത നാടകരൂപവും ഏതാണ്? ലാവണി, തമാശ. ലാവണി മഹാരാഷ്ട്രയിലെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഊർജ്ജസ്വലമായ നാടോടി നൃത്തമാണ്. തമാശ ആകട്ടെ ഹാസ്യവും സംഗീതവും നൃത്തവും ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ഒരു പരമ്പരാഗത നാടകരൂപമാണ്. ഈ കലാരൂപങ്ങൾ മഹാരാഷ്ട്രയുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമാണ്. രാജസ്ഥാനിലെ കാൽബേലിയ ഗോത്രക്കാർ അവതരിപ്പിക്കുന്നതും യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകമായി അംഗീകരിക്കപ്പെട്ടതുമായ പ്രശസ്തമായ നാടോടി നൃത്തം ഏതാണ്? കാൽബേലിയ. കാൽബേലിയ നൃത്തം രാജസ്ഥാനിലെ കാൽബേലിയ അല്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാർ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാരുടെ തനതായ ഒരു നൃത്തരൂപമാണ്. ഇതിന്റെ ആകർഷകമായ വേഷവിധാനങ്ങളും ചലനങ്ങളും 2010 യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടി. ഹിമാചൽ പ്രദേശിൽ വ്യാപകമായി പ്രചാരത്തിലുള്ളതും ഉത്സവങ്ങളിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നതുമായ നാടോടി നൃത്തം ഏതാണ്? നാട്ടി. നാട്ടി ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയതും പ്രശസ്തവുമായ നാടോടി നൃത്തങ്ങളിൽ ഒന്നാണ്. ഉത്സവങ്ങളിലും വിവാഹങ്ങളിലും മറ്റു സാമൂഹിക ഒത്തുചേരലുകളിലും ഇത് സാധാരണയായി അവതരിപ്പിക്കപ്പെടുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് വരെ നേടിയ ഒരു വലിയ നാട്ടി നൃത്തപ്രകടനം ഇവിടെ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ട്രോഫി ഏതാണ്? ബീഗം ഹസ്രത്ത് മഹൽ ട്രോഫി. ഇന്ത്യൻ ദേശീയ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വിജയികൾക്ക് നൽകുന്ന ട്രോഫിയാണ് ബീഗം ഹസ്രത്ത് മഹൽ ട്രോഫി. ഇത് രാജ്യത്തെ വനിതാ ഫുട്ബോളിന്റെ ഉന്നമനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. റോവേഴ്സ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. റോവേഴ്സ് കപ്പ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ ടൂർണമെന്റായിരുന്നു. ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ കപ്പ് 2012 നിർത്തലാക്കി. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏതാണ്? ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പ് ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റാണ്. 1888 ആരംഭിച്ച ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ സൈനികർക്കായിട്ടാണ് തുടങ്ങിയത്. ഏത് നഗരമാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭവനം എന്നറിയപ്പെടുന്നത്? കൊൽക്കത്ത. കൊൽക്കത്തയ്ക്ക് ഇന്ത്യൻ ഫുട്ബോളിൽ ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. പ്രശസ്തമായ ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ പോലുള്ള ക്ലബ്ബുകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതു വർഷമാണ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീം ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയത്? 1950. 1950 ഫിഫ ലോകകപ്പിന് ഇന്ത്യൻ ടീം യോഗ്യത നേടിയിരുന്നു. എന്നാൽ യാത്രാ ചെലവുകളും കളിക്കാർക്ക് ബൂട്ട് ധരിക്കാനുള്ള നിർബന്ധിതാവസ്ഥയും കാരണം ടീമിന് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 2022 AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. 2022 AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ത്യയാണ് ആതിഥേയത്വം വഹിച്ചത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് രാജ്യത്തെ വനിതാ ഫുട്ബോളിന് വലിയ പ്രചോദനം നൽകി. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മികച്ച പ്രകടനം എന്തായിരുന്നു? 4ാം സ്ഥാനം. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം 4ാം സ്ഥാനത്തെത്തി. ഇത് ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ എക്കാലത്തെയും മികച്ച പ്രകടനമാണ്. ഏതു വർഷങ്ങളിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡലുകൾ നേടിയത്? 1951 1962 ഇന്ത്യൻ ഫുട്ബോൾ ടീം 1951 ന്യൂഡൽഹിയിലും 1962 ജക്കാർത്തയിലും നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡലുകൾ നേടി. ഈ വിജയങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ്ണ കാലഘട്ടത്തിലെ പ്രധാന നേട്ടങ്ങളായി കണക്കാക്കപ്പെടുന്നു. 2022 ഫിഫ ലോകകപ്പ് നേടിയതാര്? അർജന്റീന. 2022 ഫിഫ ലോകകപ്പ് ഖത്തറിൽ വെച്ച് നടന്നു. ആവേശകരമായ ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് അർജന്റീന കിരീടം നേടി. ലയണൽ മെസ്സി തന്റെ കരിയറിലെ ആദ്യ ലോകകപ്പ് വിജയവും ഈ ടൂർണമെന്റിലൂടെ സ്വന്തമാക്കി. 2026 ഫിഫ ലോകകപ്പിന് ഏതൊക്കെ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്? കാനഡ, മെക്സിക്കോ, USA. 2026 ഫിഫ ലോകകപ്പ് ആദ്യമായി 3 രാജ്യങ്ങളിലായി നടക്കും.
വടക്കേ അമേരിക്കൻ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ, USA എന്നിവിടങ്ങളിലായാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ലോകകപ്പിൽ 48 ടീമുകൾ പങ്കെടുക്കും. ഇത് ഫിബ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റായിരിക്കും. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ആര്? ലയണൽ മെസ്സി, അർജന്റീന. ഫിഫ ലോകകപ്പിലെ മികച്ച കളിക്കാരന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബോൾ. 2022 അർജന്റീനയെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച നായകൻ ലയണൽ മെസ്സിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇത് മെസ്സിയുടെ രണ്ടാം ഗോൾഡൻ ബോൾ നേട്ടമാണ്. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആര്? കൈലിയൻ എംബാപ്പെ, ഫ്രാൻസ്. ഫിഫ ലോകകപ്പിലെ ടോപ്പ് സ്കോറർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബൂട്ട്. 2022 8 ഗോളുകൾ നേടി ഫ്രാൻസിന്റെ കൈലിയൻ എംബാപ്പെ ഈ പുരസ്കാരം കരസ്ഥമാക്കി. ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക്ക് നേടുന്ന രണ്ടാമത്തെ താരമാണ് എംബാപ്പെ. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ഗ്ലോവ് പുരസ്കാരം നേടിയത് ആര്? എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. ഫിഫ ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലോവ്. 2022 അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഈ പുരസ്കാരം നേടി. ഫൈനലിൽ ഫ്രാൻസിനെതിരായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിർണായകമായ സേവുകൾ നടത്തി അർജന്റീനയുടെ വിജയത്തിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. 2022 ഫിഫ ലോകകപ്പിൽ മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? എൻസോ ഫെർണാണ്ടസ്, അർജന്റീന. ഫിഫ ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവതാരത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഫിഫ യങ് പ്ലെയർ അവാർഡ്. 2022 അർജന്റീനയുടെ മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് ഈ പുരസ്കാരം നേടി. ടൂർണമെന്റിലുടനീളം അദ്ദേഹത്തിന്റെ മികച്ച കളിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2022 ഫിഫ ലോകകപ്പിൽ ഫിഫ ഫെയർ പ്ലേ ട്രോഫി നേടിയ ടീം ഏത്? ഇംഗ്ലണ്ട്. ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കായിക മര്യാദയും മികച്ച പെരുമാറ്റവും കാഴ്ചവെക്കുന്ന ടീമിന് നൽകുന്ന പുരസ്കാരമാണ് ഫിഫ ഫെയർ പ്ലേ ട്രോഫി. 2022 ഈ പുരസ്കാരം ഇംഗ്ലണ്ട് ടീം കരസ്ഥമാക്കി. കളിക്കളത്തിലും പുറത്തും അവരുടെ അച്ചടക്കമുള്ള സമീപനം ഈ നേട്ടത്തിന് കാരണമായി. എപ്പോഴാണ് താജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1991 സെപ്റ്റംബർ 9. 1991 സെപ്റ്റംബർ 9 താജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. മധ്യേഷ്യയിലെ ഒരു പർവ്വതരാജ്യമായ താജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറി. എപ്പോഴാണ് അർമേനിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1991 സെപ്റ്റംബർ 21. 1991 സെപ്റ്റംബർ 21 അർമേനിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. കോക്കസസ് മേഖലയിലെ ഒരു പുരാതന രാജ്യമായ അർമേനിയ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണ പ്രക്രിയയിൽ സ്വയംഭരണം നേടി. എപ്പോഴാണ് ക്രൊയേഷ്യ യൂഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1991 ഒക്ടോബർ 8. 1991 ഒക്ടോബർ 8 ക്രൊയേഷ്യ യൂഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. യൂഗോസ്ലാവിയയുടെ ശിഥിലീകരണത്തിന്റെ പ്രധാന ഘട്ടങ്ങളിലൊന്നായിരുന്നു ഇത്. യൂറോപ്പിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയായ ക്രൊയേഷ്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. എപ്പോഴാണ് അസർബൈജാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്? 1991 ഒക്ടോബർ 18. 1991 ഒക്ടോബർ 18 അസർബൈജാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. കാസ്പിയൻ കടലിന്റെ തീരത്തുള്ള ഈ രാജ്യം സോവിയറ്റ് യൂണിയന്റെ പതനത്തിനുശേഷം സ്വതന്ത്രമായി ഉയർന്നുവന്ന കോക്കസസ് രാജ്യങ്ങളിലൊന്നാണ്. തുർക്ക്മെനിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1991 ഒക്ടോബർ 27. 1991 ഒക്ടോബർ 27 തുർക്ക്മെനിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. മധ്യേഷ്യൻ രാജ്യമായ തുർക്ക്മെനിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെയാണ് സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത്. ഇത് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. കസാക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1991 ഡിസംബർ 16.
1991 ഡിസംബർ 16-നാണ് കസാക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ അവസാനത്തെ രാജ്യങ്ങളിലൊന്നാണ് കസാക്കിസ്ഥാൻ. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണിത്. ബോസ്നിയയും ഹെർസഗോവിനയും യൂഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1992 മാർച്ച് 1. 1992 മാർച്ച് 1-നാണ് ബോസ്നിയയും ഹെർസഗോവിനയും യൂഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇത് തുടർന്നുണ്ടായ ബോസ്നിയൻ യുദ്ധത്തിനും സങ്കീർണമായ വംശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും കാരണമായി. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിച്ചത് 1992 മെയ് 22-നാണ്. സ്ലോവാക്യ പരമാധികാരം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1992 ജൂലൈ 17. 1992 ജൂലൈ 17-നാണ് സ്ലോവാക്യൻ പാർലമെന്റ് പരമാധികാരം പ്രഖ്യാപിച്ചത്. ഇത് ചെക്കോസ്ലോവാക്യയുടെ വേർപിരിയലിന് വഴിയൊരുക്കുകയും 1993 ജനുവരി 1-ന് സ്ലോവാക്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയും ചെയ്തു. ചെക്ക് റിപ്പബ്ലിക് സ്ഥാപിതമായത് എപ്പോഴാണ്? 1993 ജനുവരി 1. 1993 ജനുവരി 1-നാണ് ചെക്ക് റിപ്പബ്ലിക് ഒരു സ്വതന്ത്ര രാജ്യമായി സ്ഥാപിതമായത്. ചെക്കോസ്ലോവാക്യ സമാധാനപരമായി വിഭജിച്ച് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യയും രൂപം കൊണ്ട വെൽവെറ്റ് ഡിവിഷൻ എന്നറിയപ്പെടുന്ന പ്രക്രിയയുടെ ഭാഗമായിരുന്നു ഇത്. എറിത്രിയക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 1993 മെയ് 24. 1993 മെയ് 24-നാണ് എറിത്രിയ എത്യോപ്യയിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം നേടിയത്. 30 വർഷം നീണ്ട സ്വാതന്ത്ര്യ സമരത്തിനും 1993 ഏപ്രിലിൽ നടന്ന ഹിതപരിശോധനയ്ക്കും ശേഷമാണ് എറിത്രിയ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത്. കിഴക്കൻ തിമോറിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 2002 മെയ് 20. 2002 മെയ് 20-നാണ് കിഴക്കൻ തിമോർ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനുശേഷം ഇന്തോനേഷ്യയുടെ അധിനിവേശത്തിലായിരുന്ന ഈ രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ നടന്ന ജനഹിത പരിശോധനയെ തുടർന്നാണ് സ്വാതന്ത്ര്യം നേടിയത്. മോണ്ടിനെഗ്രോ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2006 മെയ് 21. 2006 മെയ് 21-നാണ് മോണ്ടിനെഗ്രോ സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഈ ജനഹിത പരിശോധനയുടെ ഫലമായി മോണ്ടിനെഗ്രോ യൂറോപ്പിലെ ഏറ്റവും പുതിയ സ്വതന്ത്ര രാഷ്ട്രങ്ങളിലൊന്നായി മാറി. കൊസോവോ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2008 ഫെബ്രുവരി 17. 2008 ഫെബ്രുവരി 17-നാണ് കൊസോവോ സെർബിയയിൽ നിന്ന് ഏകപക്ഷീയമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇതിന് പൂർണ്ണ അംഗീകാരം ലഭിച്ചിട്ടില്ലെങ്കിലും നിരവധി രാജ്യങ്ങൾ കൊസോവോയെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുന്നു. ദക്ഷിണ സുഡാന് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 2011 ജൂലൈ 9. 2011 ജൂലൈ 9-നാണ് ദക്ഷിണ സുഡാൻ സുഡാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. 2011-ൽ നടന്ന ജനഹിത പരിശോധനയെ തുടർന്നാണ് ആഫ്രിക്കയിലെ ഏറ്റവും പുതിയ രാജ്യമായി ദക്ഷിണ സുഡാൻ രൂപീകരിക്കപ്പെട്ടത്. സ്കന്ദഗുപ്തന്റെ മരണശേഷം ഗുപ്ത സാമ്രാജ്യം തകർന്നടിഞ്ഞത് എന്ന്? 554 CE. സ്കന്ദഗുപ്തന്റെ മരണശേഷം ഗുപ്ത സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. തുടർച്ചയായ ഹൂണ ആക്രമണങ്ങളും ആഭ്യന്തര കലഹങ്ങളും സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിന് വഴിയൊരുക്കി. 554 CE-യോടെ ഗുപ്ത സാമ്രാജ്യം പൂർണ്ണമായും തകർന്നു. ഹർഷവർദ്ധനൻ രാജാവായത് എന്ന്? 606 CE. പുഷ്യഭൂതി രാജവംശത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു ഹർഷവർദ്ധനൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം വടക്കേ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി. ഹർഷയുടെ കാലഘട്ടം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. ചൈനീസ് സന്യാസിയായ ഹുയാൻ സാങ് സുവൻസാങ് ഇന്ത്യയിൽ വന്നത് എന്ന്? 629 CE. ഹുയാൻ സാങ് ഹർഷവർദ്ധനന്റെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്. 17 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിൽ തങ്ങുകയും നളന്ദ സർവകലാശാലയിൽ പഠിക്കുകയും നിരവധി ബുദ്ധമത കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ CUG എന്ന യാത്രാവിവരണം അന്നത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ദന്തിദുർഗ ബാദാമിയിലെ ചാലൂക്യരെ പരാജയപ്പെടുത്തി രാഷ്ട്രകൂട രാജവംശം സ്ഥാപിച്ചത് എന്ന്?
753 CE ദന്തിദുർഗയാണ് രാഷ്ട്രകൂട രാജവംശത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ബാദാമിയിലെ ചാലൂക്യരെ പരാജയപ്പെടുത്തി ഡെക്കാൻ പ്രദേശത്ത് തന്റെ അധികാരം സ്ഥാപിച്ചു. രാഷ്ട്രകൂടർ ദക്ഷിണേന്ത്യയിലെ ശക്തരായ ഭരണാധികാരികളായിരുന്നു. ആദിശങ്കരാചാര്യർ ജനിച്ചത് എന്ന് 788 CE അദ്വൈത വേദാന്തത്തിന്റെ പ്രധാന വക്താവായ ആദിശങ്കരാചാര്യർ കേരളത്തിലെ കാലടിയിലാണ് ജനിച്ചത്. ഭാരതത്തിലുടനീളം അദ്ദേഹം 4 മഠങ്ങൾ സ്ഥാപിക്കുകയും സനാതന ധർമ്മത്തിന്റെ പുനരുദ്ധാരണത്തിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു. ഗസ്നിയിലെ മഹമൂദിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ പ്രധാന ആക്രമണം എന്ന് നടന്നു. 1001 CE ഗസ്നിയിലെ മഹ്മൂദ് 1001 CEയിൽ ജയ്പാലുമായി യുദ്ധം ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ പ്രധാന ആക്രമണം നടത്തി. സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. വടക്കേ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇത് കാര്യമായി സ്വാധീനിച്ചു. സോമനാഥ ക്ഷേത്രം നശിപ്പിക്കാൻ കാരണമായ ഗസ്നിയിലെ മഹമൂദിന്റെ അവസാനത്തെ പ്രധാന ആക്രമണം എന്ന് നടന്നു. 1025 CE ഗസ്നിയിലെ മഹമൂദിന്റെ 16ാമത്തെ ആക്രമണമായിരുന്നു 1025 CEയിലെ സോമനാഥ ക്ഷേത്ര ആക്രമണം. ഈ ആക്രമണത്തിൽ ക്ഷേത്രം പൂർണ്ണമായി നശിപ്പിക്കുകയും അമൂല്യമായ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക ആക്രമണങ്ങളുടെ ഒരു പ്രധാന അടയാളമായി കണക്കാക്കപ്പെടുന്നു. മഹ്മൂദ് ഗസ്നി എന്നാണ് മരിച്ചത്? 1030 CE ഗസ്നിയുടെ മഹ്മൂദ് ഗസ്നവി സാമ്രാജ്യത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം 1030 അന്തരിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇദ്ദേഹം 17 തവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അൽ ബിറൂണി എന്നാണ് ഇന്ത്യയിലെത്തിയത്? 1030 CE പ്രശസ്ത പേർഷ്യൻ പണ്ഡിതനും ബഹുമുഖ പ്രതിഭയുമായ അൽ ബിറൂണി 1030 CEയോടെയാണ് ഇന്ത്യയിലെത്തിയത്. അദ്ദേഹത്തിന്റെ താരിഖ് അൽ ഹിന്ദ് എന്ന ഗ്രന്ഥം അന്നത്തെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഒന്നാം തറൈൻ യുദ്ധം എന്നാണ് നടന്നത്. ആര് പരാജയപ്പെട്ടു? 1191 CE പൃഥ്വിരാജ് മൂന്നാമൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. ഒന്നാം തറൈൻ യുദ്ധം 1191 CEയിൽ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് മൂന്നാമനും തമ്മിൽ നടന്നു. ഈ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെട്ടു. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. രണ്ടാം തറൈൻ യുദ്ധം എന്നാണ് നടന്നത്. ആര് പരാജയപ്പെട്ടു? 1192 CE പൃഥ്വിരാജ് മൂന്നാമൻ മുഹമ്മദ് ഗോറിയാൽ പരാജയപ്പെട്ടു. രണ്ടാം തറൈൻ യുദ്ധം 1192 CEയിൽ നടന്നു. ഈ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് മൂന്നാമനെ പരാജയപ്പെടുത്തി. ഇത് ഉത്തരേന്ത്യയിൽ തുർക്കി ഭരണം സ്ഥാപിക്കുന്നതിന് വഴിതുറന്നു. മുഹമ്മദ് ഗോറിയും കനൌജിലെ ജയ്ചന്ദും തമ്മിലുള്ള ചന്ദവാർ യുദ്ധം എന്നാണ് നടന്നത്. അതിന്റെ ഫലമെന്തായിരുന്നു? 1194 CE മുഹമ്മദ് ഗോറി കനൌജിലെ ജയ്ചന്ദിനെ പരാജയപ്പെടുത്തി കൊലപ്പെടുത്തി. ചന്ദവാർ യുദ്ധം 1194 CEയിൽ മുഹമ്മദ് ഗോറിയും കനൌജിലെ രാജാവായ ജയ്ചന്ദും തമ്മിൽ നടന്നു. ഈ യുദ്ധത്തിൽ ഗോറി ജയ്ചന്ദിനെ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പ്രധാന സ്വാധീനം ചെലുത്തി. ദില്ലിയിലെ കുത്ബ് മിനാറിന്റെ നിർമ്മാണം കുത്ബ് അൽ-ദീൻ ഐബക്ക് എന്നാണ് ആരംഭിച്ചത്. 1192 CE ദില്ലിയിലെ പ്രശസ്തമായ കുത്ബ് മിനാറിന്റെ നിർമ്മാണം അടിമ രാജവംശത്തിന്റെ സ്ഥാപകനായ കുത്ബ് അൽ-ദീൻ ഐബക്ക് 1192 CEയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ സ്തൂപം. കുത്ബ് ഉദ്ദീൻ ഐബക്ക് അടിമ രാജവംശം അഥവാ പിന്നീട് ദില്ലി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെട്ടത് എന്നാണ് സ്ഥാപിച്ചത്. 1206 CE മുഹമ്മദ് ഗോറിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ജനറലായിരുന്ന കുത്ബ് ഉദ്ദീൻ ഐബക്ക് 1206 CEയിൽ അടിമ രാജവംശം സ്ഥാപിച്ചു. ഇത് പിന്നീട് ദില്ലി സുൽത്താനേറ്റിന്റെ ഭാഗമായി ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. കുത്ബ് ഉദ്ദീൻ ഐബക്ക് എന്നാണ് മരിച്ചത്? 1210 CE അടിമ രാജവംശത്തിന്റെ സ്ഥാപകനും ആദ്യത്തെ ഭരണാധികാരിയുമായിരുന്ന കുത്ബ് ഉദ്ദീൻ ഐബക്ക് 1210 CEയിൽ ഒരു പോളോ കളിക്കിടെ കുതിരപ്പുറത്തുനിന്ന് വീണു മരിച്ചു. അദ്ദേഹത്തിന്റെ മരണം സുൽത്താനേറ്റിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന മാറ്റത്തിന് കാരണമായി.
ചെങ്കിസ് ഖാൻ ചങ്ങീസ് ഖാൻ എന്നാണ് ഇന്ത്യയിലേക്ക് ഒരു മംഗോൾ ആക്രമണം നയിച്ചത്? 1221 CE. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചെങ്കിസ് ഖാൻ 1221 CE-യിൽ ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നയിച്ചു. സിന്ധു നദി വരെ അദ്ദേഹത്തിന്റെ സൈന്യം എത്തിച്ചേർന്നുവെങ്കിലും ദില്ലി സുൽത്താനേറ്റിന് അന്ന് വലിയ ഭീഷണി ഉയർത്തിയില്ല. റസിയ സുൽത്താൻ എന്നാണ് കൊല്ലപ്പെട്ടത്? 1240 CE. ദില്ലി സുൽത്താനേറ്റ് ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താൻ. 1240 CE-യിൽ ഭരണത്തിനെതിരായ കലാപങ്ങളെ തുടർന്ന് അവരെ വധിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ധീരയായ ഒരു ഭരണാധികാരിയായി റസിയ സുൽത്താൻ ഓർമ്മിക്കപ്പെടുന്നു. ഹരിഹരൻ ഒന്നാമനും ബുക്കരായ ഒന്നാമനും വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1336 CE. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ ഒന്നാമനും ബുക്കരായ ഒന്നാമനും ചേർന്നാണ്. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പ്രധാന സാമ്രാജ്യമായിരുന്നു ഇത്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ സാമ്രാജ്യം നിലനിന്നിരുന്നത്. തൈമൂർലിയൻ ഇന്ത്യയെ ആക്രമിച്ചത് എപ്പോഴാണ്? 1398 CE. മധ്യേഷ്യൻ തുർക്കോ മംഗോൾ അക്രമിയായ തിമൂർ 1398-ൽ ഇന്ത്യയെ ആക്രമിച്ചു. ഈ ആക്രമണം ഡൽഹി സുൽത്താനേറ്റിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഡൽഹി കൊള്ളയടിക്കപ്പെടുകയും നഗരം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബർ ജനിച്ചത് എപ്പോഴാണ്? 1483 CE. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ 1483-ൽ ഫെർഗാനയിലാണ് ജനിച്ചത്. പാണിപ്പത്ത് യുദ്ധത്തിലൂടെ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ച അദ്ദേഹം ഒരു മികച്ച സൈനികനും എഴുത്തുകാരനുമായിരുന്നു. ബാബർ നാമ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തന്റെ ആദ്യ യാത്ര പൂർത്തിയാക്കിയത് എപ്പോഴാണ്? 1498 CE. പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോ ഡ ഗാമ 1498-ൽ കപ്പൽമാർഗം കോഴിക്കോട് എത്തുകയും യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ നേരിട്ടുള്ള സമുദ്രപാത കണ്ടെത്തുകയും ചെയ്തു. ഇത് യൂറോപ്യൻ വ്യാപാരബന്ധങ്ങൾക്കും കോളനിവൽക്കരണത്തിനും വഴിതുറന്നു. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. ഒന്നാം പാണിപ്പത്ത് യുദ്ധം നടന്നത് എപ്പോഴാണ്? ആരെല്ലാം തമ്മിലായിരുന്നു യുദ്ധം? 1526 CE. ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. 1526-ൽ നടന്ന ഒന്നാം പാണിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കുകയും ലോധി രാജവംശത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ വെടിമരുന്ന് ആദ്യമായി ഉപയോഗിച്ച പ്രധാന യുദ്ധങ്ങളിലൊന്നായിരുന്നു ഇത്. ബാബർ മരിച്ചത് എപ്പോഴാണ്? ആര് അദ്ദേഹത്തിന് ശേഷം ചക്രവർത്തിയായി? 1530 CE. ഹുമയൂൺ ബാബറിന് ശേഷം ചക്രവർത്തിയായി. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ 1530-ൽ ആഗ്രയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന് ശേഷം മകനായ ഹുമയൂൺ മുഗൾ ചക്രവർത്തിയായി. ബാബറിന്റെ മൃതദേഹം പിന്നീട് കാബൂളിലേക്ക് മാറ്റി സംസ്കരിച്ചു. ചൗസ യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിന്റെ ഫലം എന്തായിരുന്നു? 1539 CE. ഷേർഷാ സൂരി മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തി. 1539-ൽ ബംഗാളിന്റെയും ബിഹാറിന്റെയും ഗവർണറായിരുന്ന ഷേർഷാ സൂരി ചൗസ യുദ്ധത്തിൽ മുഗൾ ചക്രവർത്തി ഹുമയൂണിനെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഷേർഷായുടെ ഉയർച്ചയ്ക്കും ഹുമയൂണിന്റെ താത്കാലിക പതനത്തിനും വഴിയൊരുക്കി. ഈ യുദ്ധത്തിൽ ഹുമയൂണിന് ജീവൻ രക്ഷിക്കാൻ നദിയിലേക്ക് ചാടേണ്ടി വന്നു. കണ്ണോജ് അഥവാ ബിൽഗ്രാം യുദ്ധം നടന്നത് എപ്പോഴാണ്? ഹുമയൂണിന് അതിന്റെ ഫലം എന്തായിരുന്നു? 1540 CE. ഹുമയൂണിന് മുഗൾ സാമ്രാജ്യം നഷ്ടപ്പെടുകയും ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. 1540-ൽ നടന്ന കണ്ണോജ് യുദ്ധത്തിൽ ഷേർഷാ സൂരി ഹുമയൂണിനെ വീണ്ടും പരാജയപ്പെടുത്തി. ഈ തോൽവിയെ തുടർന്ന് ഹുമയൂണിന് മുഗൾ സാമ്രാജ്യം നഷ്ടപ്പെടുകയും ഏകദേശം 15 വർഷത്തോളം ഇന്ത്യക്ക് പുറത്ത് അഭയം തേടേണ്ടി വരികയും ചെയ്തു. പിന്നീട് അദ്ദേഹം സാമ്രാജ്യം തിരിച്ചുപിടിച്ചു. ഷേർഷാ സൂരി മരിച്ചത് എപ്പോഴാണ്? ആര് അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തി? 1545 CE. അദ്ദേഹത്തിന്റെ മകൻ ഇസ്ലാം ഷാ സൂരി അധികാരത്തിലെത്തി.
സൂരി സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഷേർഷാ സൂരി 1545-ൽ കലിഞ്ചർ കോട്ടയുടെ ഉപരോധത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം മകൻ ഇസ്ലാം ഷാ സൂരി സിംഹാസനത്തിൽ കയറി. ഷേർഷായുടെ ഭരണകാലം ദക്ഷതയ്ക്കും ഭരണപരിഷ്കാരങ്ങൾക്കും പേരുകേട്ടതാണ്. ഇസ്ലാം ഷാ സൂരി മരിച്ചത് എപ്പോഴാണ്? 1554 CE. ഷേർഷാ സൂരിയുടെ മകനും സൂരി സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയുമായിരുന്ന ഇസ്ലാം ഷാ സൂരി 1554-ൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം സൂരി സാമ്രാജ്യം ദുർബലമാവുകയും ഹുമയൂണിന് അധികാരം തിരിച്ചുപിടിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ഹുമയൂൺ ഡൽഹി സിംഹാസനം തിരികെ നേടിയത് എപ്പോഴാണ്? 1555 CE. 1540-ൽ ഷേർഷാ സൂരിയോട് പരാജയപ്പെട്ടതിനുശേഷം പേർഷ്യയിലേക്ക് പലായനം ചെയ്ത ഹുമയൂൺ സിർഹിന്ദ് യുദ്ധത്തിൽ സിക്കന്ദർ ഷാ സൂരിയെ പരാജയപ്പെടുത്തി 1555-ൽ ഡൽഹി സിംഹാസനം തിരികെ പിടിച്ചു. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തിന് വഴിതെളിയിച്ചു. ഹുമയൂൺ മരിച്ചത് എപ്പോഴാണ്? ആര് അദ്ദേഹത്തിന് ശേഷം ചക്രവർത്തിയായി? 1556 CE. അദ്ദേഹത്തിന്റെ 12 വയസ്സുകാരൻ മകൻ അക്ബർ അദ്ദേഹത്തിന് ശേഷം ചക്രവർത്തിയായി. 1556-ൽ ഡൽഹിയിലെ ദിൻബന കോട്ടയിലെ ലൈബ്രറിയുടെ പടികളിൽ നിന്ന് വീണാണ് ഹുമയൂൺ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം 12 വയസ്സുള്ള മകൻ അക്ബർ ഭരണം ഏറ്റെടുത്തു. ബൈറാം ഖാന്റെ സംരക്ഷണത്തിൽ മുഗൾ സാമ്രാജ്യം കൂടുതൽ ശക്തിപ്പെടുത്തി. രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിന്റെ ഫലം എന്തായിരുന്നു? 1556 CE. ഹേമു അക്ബറുടെ സൈന്യത്താൽ പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. 1556 നവംബർ 5-ന് അക്ബറുടെ സൈന്യവും ഹേമുവിന്റെ സൈന്യവും തമ്മിലാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഹേമുവിന്റെ ശക്തമായ സൈന്യത്തെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ സ്ഥിരത ഉറപ്പിക്കാൻ ഈ യുദ്ധം നിർണായകമായി. ഹൽദിഘാട്ടി യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിന്റെ ഫലം എന്തായിരുന്നു? 1576 CE. അക്ബർ മഹാറാണ പ്രതാപിനെ പരാജയപ്പെടുത്തി. 1576 ജൂൺ 18-ന് മുഗൾ ചക്രവർത്തി അക്ബറിന്റെയും മേവാറിലെ മഹാറാണ പ്രതാപിന്റെയും സൈന്യങ്ങൾ തമ്മിലാണ് ഹൽദിഘാട്ടി യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ മുഗൾ സൈന്യം വിജയിച്ചെങ്കിലും മഹാറാണ പ്രതാപിനെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈസ്റ്റ് ഇന്ത്യാ കമ്പനി രൂപീകരിച്ചത് എപ്പോഴാണ്? ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 1600 CE. ഇന്ത്യയുമായി പ്രത്യേക വ്യാപാരാവകാശങ്ങൾ അവർക്ക് ലഭിച്ചു. 1600 ഡിസംബർ 31-ന് റോയൽ ചാർട്ടറിലൂടെയാണ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി രൂപീകൃതമായത്. ഇന്ത്യയുൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുക എന്നതായിരുന്നു കമ്പനിയുടെ പ്രാഥമിക ലക്ഷ്യം. ഇത് പിന്നീട് ഇന്ത്യയുടെ കോളനിവൽക്കരണത്തിന് വഴിതെളിയിച്ചു. അക്ബർ മരിച്ചത് എപ്പോഴാണ്? ആര് അദ്ദേഹത്തിന് ശേഷം ചക്രവർത്തിയായി? 1605 CE. അദ്ദേഹത്തിന്റെ മകൻ ജഹാംഗീർ അദ്ദേഹത്തിന് ശേഷം ചക്രവർത്തിയായി. 1605 ഒക്ടോബർ 27-ന് മുഗൾ ചക്രവർത്തി അക്ബർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ സലീം ജഹാംഗീർ എന്ന പേരിൽ സിംഹാസനത്തിൽ ഏറി. അക്ബറുടെ ഭരണകാലം മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഷാജഹാൻ ജഹാംഗീറിന് ശേഷം ചക്രവർത്തിയായത് എപ്പോഴാണ്? 1628 CE. 1628-ൽ ജഹാംഗീറിന്റെ മരണശേഷം ഷാജഹാൻ മുഗൾ സിംഹാസനത്തിൽ ഏറി. അദ്ദേഹത്തിന്റെ ഭരണകാലം മുഗൾ വാസ്തുവിദ്യയുടെയും കലയുടെയും സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നു. താജ്മഹൽ ഇതിന് ഉദാഹരണമാണ്. ഛത്രപതി ശിവാജി മഹാരാജ് ജനിച്ചത് എപ്പോഴാണ്? 1627 CE. 1627 ഫെബ്രുവരി 19-ന് ശിവനേരി കോട്ടയിലാണ് ഛത്രപതി ശിവാജി മഹാരാജ് ജനിച്ചത്. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ അദ്ദേഹം തന്റെ സൈനിക തന്ത്രങ്ങളിലൂടെയും ഭരണപരിഷ്കാരങ്ങളിലൂടെയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം നേടി. ഔറംഗസേബ് മുഗൾ ചക്രവർത്തിയായത് എപ്പോഴാണ്? 1658 CE. 1658-ൽ ഷാജഹാനെ തടവിലാക്കിയ ശേഷം ഔറംഗസേബ് മുഗൾ സിംഹാസനത്തിൽ ഏറി. അദ്ദേഹത്തിന്റെ ഭരണകാലം മുഗൾ സാമ്രാജ്യത്തിന്റെ വിസ്തൃതിയിൽ ഏറ്റവും വലുതായിരുന്നുവെങ്കിലും കർശനമായ മതനയങ്ങളും ആസായ് നാത്യ യുദ്ധങ്ങളും സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഷാജഹാൻ മരിച്ചത് എപ്പോഴാണ്? 1666 CE.
1666 ജനുവരി 22 ആഗ്ര ഫോർട്ടിൽ തടവിൽ കഴിയവെയാണ് ഷാജഹാൻ അന്തരിച്ചത്. താജ്മഹൽ, റെഡ് ഫോർട്ട്, ജുമാ മസ്ജിദ് തുടങ്ങിയ നിരവധി വാസ്തുവിദ്യാ വിസ്മയങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു. ശിവാജി ഔദ്യോഗികമായി മറാഠ സാമ്രാജ്യം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1674 CE. ഛത്രപതി ശിവാജി മഹാരാജ് 1674 ൽ റായ്ഗഡിൽ വെച്ച് സ്വയം മറാഠ സാമ്രാജ്യത്തിന്റെ ഛത്രപതിയായി കിരീടധാരണം ചെയ്തു. ഇത് മറാഠ ശക്തിയുടെ ഔദ്യോഗിക സ്ഥാപനത്തെ അടയാളപ്പെടുത്തുന്നു. ഛത്രപതി ശിവാജി മഹാരാജ് അന്തരിച്ചത് എപ്പോഴാണ്? 1680 CE. മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജി മഹാരാജ് 1680 ഏപ്രിൽ 3 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണം മറാഠ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായത്തിന് വിരാമമിട്ടു. മുഗൾ ചക്രവർത്തി ഔറംഗസേബ് അന്തരിച്ചത് എപ്പോഴാണ്? 1707 CE. മുഗൾ ചക്രവർത്തി ഔറംഗസേബ് 1707 മാർച്ച് 3 ഡെക്കാനിലെ അഹമ്മദ്നഗറിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം മുഗൾ സാമ്രാജ്യത്തിന്റെ പതനം ആരംഭിച്ചു. നാദിർ ഷാ ഇന്ത്യയെ ആക്രമിച്ചത് എപ്പോഴാണ്? 1739 CE. പേർഷ്യൻ ഭരണാധികാരിയായ നാദിർ ഷാ 1739 ഇന്ത്യയെ ആക്രമിക്കുകയും ഡൽഹി കൊള്ളയടിക്കുകയും ചെയ്തു. ഈ ആക്രമണം മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിക്ഷയത്തിന്റെ തെളിവായിരുന്നു. കൽക്കട്ടയിലെ ബ്ലാക്ക് ഹോൾ സംഭവം നടന്നത് എപ്പോഴാണ്? 1756 CE. 1756 സിറാജ് ഉദ് ദൗളയുടെ സൈന്യം കൽക്കട്ടയിലെ ഫോർട്ട് വില്യം ആക്രമിച്ചപ്പോൾ ബ്രിട്ടീഷ് തടവുകാർ ഒരു ചെറിയ മുറിയിൽ അടക്കപ്പെട്ടു. ഈ സംഭവം ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. വാണ്ടിവാഷ് യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിന്റെ ഫലം എന്തായിരുന്നു? 1760 CE. ബ്രിട്ടീഷ് സൈന്യം ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഭാഗമായി 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ നിർണായകമായി പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിൽ ഫ്രഞ്ച് ശക്തിയുടെ അന്ത്യം കുറിച്ചു. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിന്റെ ഫലം എന്തായിരുന്നു? 1761 CE. അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികൾ മറാഠകളെ പരാജയപ്പെടുത്തി. 1761 ജനുവരി 14 നടന്ന മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സേന മറാഠ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം മറാഠ സാമ്രാജ്യത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത് എപ്പോഴാണ്? ആരായിരുന്നു വിജയി? 1767 CE. മൈസൂരിലെ ഹൈദർ അലി ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി. 1767 ആരംഭിച്ച ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ ഭരണാധികാരിയായ ഹൈദർ അലി ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും സൈന്യത്തെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം മദ്രാസ് ഉടമ്പടിയിൽ കലാശിച്ചു. രാജാ റാം മോഹൻ റോയ് ജനിച്ചത് എപ്പോഴാണ്? 1772 CE. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന രാജാ റാം മോഹൻ റോയ് 1772 മെയ് 22 ബംഗാളിലെ രാധാനഗറിൽ ജനിച്ചു. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ കൂടിയായ അദ്ദേഹം സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകി. വാറൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി ഇന്ത്യയുടേത് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നു. നിയമിതനായത് എപ്പോഴാണ്? 1773 CE. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം വാറൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണപരമായ കേന്ദ്രീകൃത ഭരണത്തിന് തുടക്കം കുറിച്ചു. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത് എപ്പോഴാണ്? അതിന്റെ പ്രധാന ഫലം എന്തായിരുന്നു? ക്രി. വ. 1799 ടിപ്പു സുൽത്താൻ യുദ്ധത്തിൽ മരിച്ചു. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1799 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും മൈസൂർ രാജ്യവും തമ്മിലാണ് നടന്നത്. ഈ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും മൈസൂരിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇത് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വളർച്ചയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ആര്യന്മാരുടെ പ്രധാന തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു? കന്നുകാലി വളർത്തലും കൃഷിയും.
വൈദിക കാലഘട്ടത്തിലെ ആര്യന്മാരുടെ ജീവിതം പ്രധാനമായും കന്നുകാലി വളർത്തലിനെയും കൃഷിയെയും ആശ്രയിച്ചായിരുന്നു. കന്നുകാലികൾ, പ്രത്യേകിച്ച് പശുക്കൾ, അവരുടെ സമ്പത്തിന്റെ പ്രധാന അളവുകോലായിരുന്നു. പിന്നീട് സ്ഥിരതാമസമാക്കിയപ്പോൾ കൃഷി അവരുടെ പ്രധാന വരുമാന മാർഗമായി മാറി. ആര്യന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട മൃഗം ഏതായിരുന്നു? കുതിര. കുതിര ആര്യന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. യുദ്ധങ്ങളിലും രഥയോട്ട മത്സരങ്ങളിലും ഗതാഗതത്തിനും കുതിരകളെ ഉപയോഗിച്ചിരുന്നു. അവരുടെ ദേവനായ ഇന്ദ്രനെ പലപ്പോഴും കുതിരകളുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആര്യന്മാരുടെ ഏറ്റവും ആരാധിക്കപ്പെട്ട ദൈവം ആരായിരുന്നു? ഇന്ദ്രൻ. ഋഗ്വേദ കാലഘട്ടത്തിലെ ആര്യന്മാരുടെ പ്രധാന ദേവൻ ഇന്ദ്രനായിരുന്നു. അദ്ദേഹം യുദ്ധത്തിന്റെയും മഴയുടെയും ഇടിമിന്നലിന്റെയും ദേവനായി കണക്കാക്കപ്പെട്ടു. ഋഗ്വേദത്തിലെ 250 അധികം സൂക്തങ്ങൾ ഇന്ദ്രനെ സ്തുതിക്കുന്നവയാണ്. ഇത് അദ്ദേഹത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഋഗ്വേദ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഇരുമ്പിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇല്ല, അവർക്ക് ഇരുമ്പിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഋഗ്വേദ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഇരുമ്പിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ ചെമ്പ്, വെങ്കലം എന്നിവയുടെ ഉപയോഗമായിരുന്നു പ്രധാനമായും നിലവിലുണ്ടായിരുന്നത്. ഇരുമ്പിന്റെ ഉപയോഗം പിന്നീട്, അതായത് അഥർവവേദ കാലഘട്ടത്തിലും ഉത്തരാധുനിക വൈദിക കാലഘട്ടത്തിലുമാണ് വ്യാപകമായത്. പിൽക്കാല വൈദിക കാലഘട്ടത്തിൽ പരാമർശിച്ചിട്ടുള്ള ശ്യാം അയാസ്, ശ്യാം ആയാസ് അഥവാ കൃഷ്ണ അയാസ്, കൃഷ്ണ ആയാസ് എന്തായിരുന്നു? ഇരുമ്പിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദങ്ങളായിരുന്നു അവ. പിൽക്കാല വൈദിക കാലഘട്ടത്തിലാണ് ഇരുമ്പിന്റെ ഉപയോഗം വ്യാപകമാകുന്നത്. ശ്യാം അയാസ് അഥവാ കൃഷ്ണ അയാസ് എന്നീ പദങ്ങൾ ഇരുമ്പിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഇത് അക്കാലത്തെ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന മാറ്റം അടയാളപ്പെടുത്തുന്നു. ഇത് കാർഷിക ഉപകരണങ്ങളിലും ആയുധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തി. വൈദിക കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഇടപാട് സമ്പ്രദായം എന്തായിരുന്നു? ബാർട്ടർ സമ്പ്രദായം. വൈദിക കാലഘട്ടത്തിൽ വ്യാപാരം പ്രധാനമായും ബാർട്ടർ സമ്പ്രദായം അഥവാ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ എന്ന രീതിയിലായിരുന്നു. അക്കാലത്ത് നാണയങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല. വൈദിക കാലഘട്ടത്തിൽ പലിശയ്ക്ക് വായ്പ നൽകുന്ന വ്യക്തിയെ എന്തു വിളിച്ചിരുന്നു? വേക്നാട്ട്, പലിശക്കാരൻ. വൈദിക സമൂഹത്തിൽ പലിശയ്ക്ക് വായ്പ നൽകുന്നവരെ വേക്നാട്ട് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇത് അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു ഭാഗമായിരുന്നു. പലപ്പോഴും ഇത് ഒരു മോശം പ്രവൃത്തിയായി കണക്കാക്കപ്പെട്ടിരുന്നു. വൈദിക കാലഘട്ടത്തിൽ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്ന ജനവിഭാഗം ഏതായിരുന്നു? പാണി വിഭാഗം. വൈദിക കാലഘട്ടത്തിലെ വാണിജ്യ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ഏർപ്പെട്ടിരുന്നത് പാണി എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇവർ കച്ചവടക്കാരായി അറിയപ്പെട്ടു. വൈദിക കാലഘട്ടത്തിൽ മനുഷ്യരും മറ്റ് ദേവന്മാരും തമ്മിലുള്ള മധ്യസ്ഥനായി ആരാധിച്ചിരുന്ന ദേവൻ ആരായിരുന്നു? അഗ്നി. വൈദിക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരാളായിരുന്നു അഗ്നി. യാഗങ്ങളിലും ഹോമങ്ങളിലും അഗ്നിദേവനെ ആവാഹിക്കുന്നതുവഴി മനുഷ്യരുടെ പ്രാർത്ഥനകൾ ദേവന്മാരിലേക്ക് എത്തുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഋഗ്വേദത്തിൽ ഗംഗ, യമുന എന്നീ നദികളെക്കുറിച്ച് എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട്? ഗംഗയെ ഒരു തവണയും യമുനയെ 3 തവണയും പരാമർശിച്ചിട്ടുണ്ട്. ഋഗ്വേദം സിന്ധു നദിയെയും അതിന്റെ പോഷക നദികളെയും കുറിച്ചാണ് കൂടുതലും പ്രതിപാദിക്കുന്നത്. ഗംഗ, യമുന എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കുറവാണ്. ഇത് ഋഗ്വേദകാലത്തെ ആര്യന്മാരുടെ ഭൂമിശാസ്ത്രപരമായ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. മുണ്ടകോപനിഷത്തിൽ യജ്ഞത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? തകർന്ന തോണിയോട്. മുണ്ടകോപനിഷത്തിൽ യാഗങ്ങളെ തകർന്ന തോണികൾ എന്ന് വിശേഷിപ്പിക്കുന്നു. മോക്ഷപ്രാപ്തിക്ക് യാഗങ്ങൾ മാത്രം മതിയാകില്ലെന്നും ആത്മജ്ഞാനമാണ് യഥാർത്ഥ വഴി എന്നുമുള്ള ഉപനിഷത്തിലെ ദാർശനികമായ കാഴ്ചപ്പാടിനെ ഇത് എടുത്തു കാണിക്കുന്നു. സത്യമേവ ജയതേ എന്ന പ്രസിദ്ധമായ ആപ്തവാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? മുണ്ടകോപനിഷത്തിൽ നിന്ന്. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം മുണ്ടകോപനിഷത്തിലെ ഒരു മന്ത്രത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഇത് സത്യം മാത്രം ജയിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഈ വാക്യം ആലേഖനം ചെയ്തിട്ടുണ്ട്. വൈദിക കാലഘട്ടത്തിൽ സ്വർണ്ണാഭരണത്തെയോ നാണയത്തെയോ എന്തു വിളിച്ചിരുന്നു? നിഷ്ക. വൈദിക കാലഘട്ടത്തിൽ നിഷ്ക എന്നത് ഒരുതരം സ്വർണ്ണാഭരണമായോ അല്ലെങ്കിൽ ഒരുതരം നാണയമായോ ഉപയോഗിച്ചിരുന്നു. ഇത് അന്നത്തെ സാമ്പത്തിക വിനിമയങ്ങളിലും സമ്മാനങ്ങളിലും പ്രധാന പങ്കുവഹിച്ചു.
യജുർവേദവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണ ഗ്രന്ഥം ഏതാണ്? ശതപഥ ബ്രാഹ്മണം. ശതപഥ ബ്രാഹ്മണം ശുക്ല യജുർവേദവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ബ്രാഹ്മണ ഗ്രന്ഥമാണ്. ഇത് വൈദിക യാഗങ്ങളെക്കുറിച്ചും അവയുടെ ആചാരങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു. ശതപഥ ബ്രാഹ്മണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രധാന അനുഷ്ഠാനം ഏതാണ്? പുരുഷമേധം. ശതപഥ ബ്രാഹ്മണം ഉൾപ്പെടെയുള്ള വൈദിക ഗ്രന്ഥങ്ങളിൽ പുരുഷമേധം എന്ന യാഗത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇത് വളരെ സങ്കീർണവും ചിലപ്പോൾ പ്രതീകാത്മകവുമായി വ്യാഖ്യാനിക്കപ്പെടുന്നതുമായ ഒരു യാഗമാണ്. ഗോത്ര എന്ന വാക്ക് ആദ്യമായി പരാമർശിച്ച വേദം ഏത്? ഋഗ്വേദം. ഗോത്രമെന്ന സാമൂഹിക വിഭാഗത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഋഗ്വേദത്തിലാണ് കാണപ്പെടുന്നത്. ഇത് വൈദിക സമൂഹത്തിലെ കുടുംബപരവും വംശീയവുമായ സ്വത്വത്തെ സൂചിപ്പിക്കുന്നു. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന യവ എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബാർലി. ഋഗ്വേദത്തിൽ യവ എന്ന വാക്ക് ബാർലിയെയാണ് സൂചിപ്പിക്കുന്നത്. വൈദിക കാലഘട്ടത്തിലെ പ്രധാന ഭക്ഷ്യധാന്യങ്ങളിൽ ഒന്നായിരുന്നു ബാർലി. ഋഗ്വേദത്തിന്റെ യഥാർത്ഥ ലിപി എന്തായിരുന്നു? ബ്രാഹ്മി. ഋഗ്വേദം വാമൊഴിയായി പ്രചരിച്ചുവെങ്കിലും പിന്നീട് എഴുതപ്പെട്ടപ്പോൾ ഉപയോഗിച്ച ലിപികളിൽ പ്രധാനപ്പെട്ടത് ബ്രാഹ്മി ആയിരുന്നു. പുരാതന ഇന്ത്യയിലെ പ്രധാന ലിപികളിലൊന്നാണ് ബ്രാഹ്മി. ഋഗ്വേദവുമായി ബന്ധപ്പെട്ട രണ്ട് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ഏവ? അയരേയവും കൗശിതകിയും. വൈദിക സാഹിത്യത്തിന്റെ ഭാഗമായ ബ്രാഹ്മണങ്ങൾ വേദമന്ത്രങ്ങളുടെ അർത്ഥവും യാഗകർമ്മങ്ങളുടെ വിശദാംശങ്ങളും നൽകുന്നു. ഋഗ്വേദത്തിലെ അയരേയ ബ്രാഹ്മണവും കൗശിതകി ബ്രാഹ്മണവും പ്രധാനപ്പെട്ടവയാണ്. വൈദിക പാരമ്പര്യത്തിൽ വനദേവതയെ എന്തു പേരിലാണ് വിളിച്ചിരുന്നത്? ആരണ്യനി. ആരണ്യനി എന്നത് വൈദിക കാലഘട്ടത്തിലെ വനദേവതയാണ്. പ്രകൃതിയോടുള്ള വൈദിക ജനതയുടെ ആരാധനയെയും ബഹുമാനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഋഗ്വേദത്തിലെ നദികളെ അവയുടെ ആധുനിക പേരുകളുമായി യോജിപ്പിക്കുക. ക്രൂമു, കുബ, വിദസ്ത, അസിഗ്നി, പരുഷ്ണി, ശുദുദ്രി, വിപാസ, സദാനീര, ദൃഷത്വതി, ഗോമതി, സുവസ്തു. ക്രൂമു, കുറം, കുബ, കാബൂൾ, വിദസ്ത, ജലം, അസിഗ്നി, ചിനാബ്, പരുഷ്ണി, രാവി, ശുദുദ്രി, സത്ജ്, വിപാസ, ബിയാസ്, സദാനീര, ഗണ്ഡകി, ദൃഷത്വതി, ഗഗ്ഗർ, ഗോമതി, ഗോമൽ, സുവസ്തു, സ്വാദ്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഈ നദികൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്നവയാണ്. വൈദിക നാഗരികതയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി മനസ്സിലാക്കാൻ ഈ നദികളുടെ ആധുനിക പേരുകൾ സഹായിക്കുന്നു. താഴെ പറയുന്ന ഋഗ്വേദ ദേവതകളുടെ പ്രാഥമിക ബന്ധങ്ങൾ വിവരിക്കുക. ഇന്ദ്രൻ, അഗ്നി, വരുണൻ, ദ്യൗസ്, ദ്യൂ, സോമൻ, ഉഷസ്, അശ്വിനികൾ, പൂഷൻ, വിഷ്ണു, മരുതുകൾ, രുദ്രൻ. ഇന്ദ്രൻ യുദ്ധത്തിന്റെയും മഴയുടെയും ദേവൻ. അഗ്നി അഗ്നിദേവൻ, ദൈവങ്ങൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥൻ. വരുണൻ ജലത്തിന്റെ ദേവൻ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യന്റെയും സ്രഷ്ടാവ്. സമുദ്രദേവൻ ലോകത്തിന്റെ നിയന്താവ്, ഋതുക്കളുടെ അധിപൻ, സത്യത്തിന്റെ പ്രതീകം. ദ്യൗസ് ദ്യൂ ആകാശത്തിന്റെ ദേവൻ. സോമൻ സസ്യങ്ങളുടെ ദേവൻ. ഉഷസ് പ്രഭാതത്തിന്റെ ദേവത. അശ്വിനികൾ യുദ്ധത്തിന്റെയും രോഗശാന്തിയുടെയും ഇരട്ട ദേവന്മാർ. പൂഷൻ കന്നുകാലികളുടെ ദേവൻ. വിഷ്ണു ലോകത്തിന്റെ വഴികാട്ടി, സംരക്ഷകൻ. മരുതുകൾ കൊടുങ്കാറ്റിന്റെ ദേവന്മാർ. രുദ്രൻ അമ്പുകൾ രോഗങ്ങൾ വരുത്തിയിരുന്ന വില്ലാളി ദേവൻ. ഋഗ്വേദത്തിലെ ദേവതകൾ പ്രകൃതിയുടെ വിവിധ ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. ഈ ദേവതകളെക്കുറിച്ചുള്ള അറിവ് വൈദിക കാലഘട്ടത്തിലെ മതപരമായ വിശ്വാസങ്ങളെയും ജീവിതരീതികളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ശതപഥ ബ്രാഹ്മണം ഏത് യജുർവേദ ശാഖയുമായി ബന്ധപ്പെട്ടതാണ്? ശുക്ല യജുർവേദം. വൈദിക സാഹിത്യത്തിലെ ഒരു പ്രധാന ബ്രാഹ്മണ ഗ്രന്ഥമാണ് ശതപഥ ബ്രാഹ്മണം. ഇത് ശുക്ല യജുർവേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് യാഗകർമ്മങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നു. വൈദിക സാഹിത്യത്തിൽ ബ്രാഹ്മണങ്ങളുടെ പ്രാഥമിക ധർമ്മം എന്താണ്? അവ വൈദിക യാഗങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും യാഗവിജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. വേദങ്ങളുടെ ഗദ്യത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. യാഗങ്ങളുടെ രീതികൾ, അവയുടെ പ്രാധാന്യം, തത്വചിന്താപരമായ വശങ്ങൾ എന്നിവ ഇവയിൽ വിശദീകരിക്കുന്നു.
വൈദിക സാഹിത്യത്തിൽ ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആരണ്യകങ്ങൾ ബ്രാഹ്മണങ്ങളുടെ അവസാന ഭാഗങ്ങളാണ്. ഉപനിഷത്തുകൾ ആരണ്യകങ്ങളുടെ അവസാന ഭാഗങ്ങളും തത്വചിന്താപരമായ ഗ്രന്ഥങ്ങളുമാണ്. വേദങ്ങളുടെ അനുബന്ധ ഗ്രന്ഥങ്ങളാണ് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവ. ബ്രാഹ്മണങ്ങളിൽ നിന്ന് ആരണ്യകങ്ങളും ആരണ്യകങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളും വികസിച്ചു. ഉപനിഷത്തുകൾ വൈദിക തത്വചിന്തയുടെയും ആത്മീയ ചിന്തകളുടെയും ഉന്നതമായ രൂപങ്ങളാണ്. ആരണ്യകങ്ങൾ പ്രധാനമായും ഏത് തത്വചിന്താപരമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? ആത്മാവ്, ജനനം, മരണം, അതിനപ്പുറമുള്ള ജീവിതം. ആരണ്യകങ്ങൾ വേദകാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളാണ്. ഇവ ബ്രാഹ്മണങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ഇടയിലുള്ള പരിവർത്തന ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നു. വനവാസികൾക്കായി രചിക്കപ്പെട്ട ഇവ പ്രധാനമായും ദാർശനികവും ആത്മീയവുമായ ധ്യാന വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗോത്രമെന്ന നിർവചിക്കപ്പെട്ട സാമൂഹിക വ്യവസ്ഥ പ്രധാനമായും എപ്പോഴാണ് നിലവിൽ വന്നത്? പിൽക്കാല വേദകാലഘട്ടത്തിൽ. ഗോത്രമെന്ന സാമൂഹിക വ്യവസ്ഥ പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഒരു നിർവചിക്കപ്പെട്ട രൂപം പ്രാപിച്ചത്. ഇത് കുടുംബബന്ധങ്ങളെയും പാരമ്പര്യത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക വിഭാഗീകരണമായിരുന്നു. ഒരേ പൂർവികനിൽ നിന്ന് ഉത്ഭവിച്ചവരെ ഒരു ഗോത്രമായി കണക്കാക്കിയിരുന്നു. വേദകാലഘട്ടത്തിൽ പ്രതിഫലം വാങ്ങി വേദം പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഉപാധ്യായൻ. വേദകാലഘട്ടത്തിൽ ഗുരുക്കന്മാർ പലപ്പോഴും പ്രതിഫലം വാങ്ങാതെ വിദ്യാഭ്യാസം നൽകിയിരുന്നു. എന്നാൽ പ്രതിഫലം വാങ്ങി വേദം പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ ഉപാധ്യായൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഒരു പ്രധാന വ്യത്യാസമായിരുന്നു. ഏത് വേദഗ്രന്ഥമാണ് രാജത്വത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്? അയരേയ ബ്രാഹ്മണം. രാജത്വത്തിന്റെ ഉത്ഭവത്തെയും അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന പ്രധാന വേദഗ്രന്ഥങ്ങളിലൊന്നാണ് അയരേയ ബ്രാഹ്മണം. ഈ ഗ്രന്ഥം രാജാവിന്റെ ദൈവികമായ സ്ഥാനത്തെയും അവന്റെ ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇത് പിൽക്കാല വേദകാലഘട്ടത്തിലെ രാഷ്ട്രീയ ചിന്തകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഏത് ബ്രാഹ്മണ ഗ്രന്ഥത്തിലാണ് ഭാര്യയെ ഭർത്താവിന്റെ അർദ്ധാംഗിനി എന്ന് വിശേഷിപ്പിക്കുന്നത്? ശതപഥ ബ്രാഹ്മണം. ശതപഥ ബ്രാഹ്മണം ഒരു പ്രധാന വൈദിക ഗ്രന്ഥമാണ്. ഇതിലാണ് ഭാര്യയെ ഭർത്താവിന്റെ അർദ്ധാംഗിനി, പകുതി ശരീരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് വേദകാലഘട്ടത്തിലെ ദാമ്പത്യബന്ധങ്ങളുടെയും സ്ത്രീയുടെ സ്ഥാനത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. കുടുംബജീവിതത്തിലെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പവിത്രതയും സമത്വവും ഈ പ്രയോഗം ഊന്നിപ്പറയുന്നു. ഏത് ഉപനിഷത്തിലാണ് മഹർഷി യാജ്ഞവൽക്യനും ഗാർഗിയും തമ്മിലുള്ള സംവാദം വിവരിക്കുന്നത്? ബൃഹദാരണ്യക ഉപനിഷത്ത്. ബൃഹദാരണ്യക ഉപനിഷത്ത് ഏറ്റവും വലിയ ഉപനിഷത്തുകളിൽ ഒന്നാണ്. ഇതിൽ മഹർഷി യാജ്ഞവൽക്യനും തത്വചിന്തകയായ ഗാർഗി വാചഗ്നവിയും തമ്മിലുള്ള ആത്മീയ സംവാദം വിശദീകരിക്കുന്നു. ഈ സംവാദം ആത്മാവ്, പ്രപഞ്ചം, അറിവ് തുടങ്ങിയ ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് വെളിച്ചം വീശുന്നു. ഇത് വേദകാലഘട്ടത്തിലെ സ്ത്രീകളുടെ ബൗദ്ധികമായ പങ്കാളിത്തത്തിന് ഉദാഹരണമാണ്. 16 സംസ്കാരങ്ങൾ ഏത് ഗ്രന്ഥത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ഗൃഹ്യസൂത്രം. ഗൃഹ്യസൂത്രങ്ങൾ എന്നത് വേദകാലഘട്ടത്തിലെ കുടുംബജീവിതത്തിലെയും വ്യക്തിപരമായ ആചാരങ്ങളെയും കുറിച്ചുള്ള നിയമസംഹിതകളാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിലെ പ്രധാനപ്പെട്ട 16 ശുദ്ധീകരണ കർമ്മങ്ങളായ ഷോഡശ സംസ്കാരങ്ങളെക്കുറിച്ച് ഈ ഗ്രന്ഥങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നു. ഉപനയനം, വിവാഹം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. പിൽക്കാല വേദകാലഘട്ടവുമായി BC 1000 മുതൽ 600 വരെ പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ ഏവ? യജുർവേദം, സാമവേദം, അഥർവവേദം, കൂടാതെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും. വേദകാലഘട്ടത്തെ ആദ്യകാല വേദകാലം, ഋഗ്വേദകാലം എന്നും പിൽക്കാല വേദകാലം എന്നും രണ്ടായി തിരിക്കുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിൽ യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ രചിക്കപ്പെട്ടു. ഇവയോടൊപ്പം ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും ഈ കാലഘട്ടത്തിലെ പ്രധാന സാഹിത്യ സംഭാവനകളാണ്. അവ വൈദിക ചിന്തയുടെ വളർച്ചയെ അടയാളപ്പെടുത്തുന്നു. വേദകാലഘട്ടത്തിൽ രാജാവിന്റെ കിരീടധാരണ സമയത്ത് നടത്തിയിരുന്ന പ്രധാന യാഗം ഏതാണ്? രാജസൂയി യാഗം. വേദകാലഘട്ടത്തിൽ രാജാക്കന്മാർ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുന്നതിനും രാജകീയ പദവി അംഗീകരിക്കുന്നതിനുമായി നിരവധി യാഗങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാജസൂയി യാഗം. ഈ യാഗം രാജാവിന്റെ അധികാരം, സമ്പത്ത്, നീതി എന്നിവയെ പ്രതീകാത്മകമായി ഉറപ്പിക്കുന്നു.
പിൽക്കാല വേദകാലഘട്ടത്തിൽ വർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനം എങ്ങനെ മാറി? വർണ്ണം തൊഴിലിനെ അടിസ്ഥാനമാക്കാതെ ജനനത്തെ അടിസ്ഥാനമാക്കി മാറി. ആദ്യകാല വേദകാലഘട്ടത്തിൽ വർണ്ണവ്യവസ്ഥ പ്രധാനമായും തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എന്നാൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ വർണ്ണത്തിന്റെ അടിസ്ഥാനം ജനനത്തെ ആശ്രയിച്ചായി. ഇത് വർണ്ണവ്യവസ്ഥയെ കൂടുതൽ കർശനവും പാരമ്പര്യവുമായി ബന്ധിപ്പിക്കുകയും സാമൂഹിക ശ്രേണിയെ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തു. പിൽക്കാല വേദകാലഘട്ടത്തിൽ ആളുകൾ സാധാരണയായി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഏതു തരമായിരുന്നു? ഇരുമ്പ് ആയുധങ്ങൾ. പിൽക്കാല വേദകാലഘട്ടത്തിൽ ഇരുമ്പിന്റെ ഉപയോഗം വ്യാപകമായതോടെ കാർഷിക ഉപകരണങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഇരുമ്പ് ആയുധങ്ങൾ സാധാരണമായി മാറി. ഇത് ജനങ്ങളുടെ ജീവിതരീതിയിലും സാമൂഹിക ഘടനയിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തി. പിൽക്കാല വേദകാല നാഗരികത ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തേക്കാണ് വ്യാപിച്ചത്? ഗംഗ യമുന സമതലം വരെ. പിൽക്കാല വേദകാലഘട്ടത്തിൽ ആര്യന്മാർ കിഴക്കോട്ടുള്ള ഗംഗ യമുന സമതലങ്ങളിലേക്ക് വ്യാപിച്ചു. ഫലഭൂയിഷ്ഠമായ ഈ പ്രദേശം കൃഷിക്ക് അനുയോജ്യമായിരുന്നു. ഇത് പുതിയ ജനവാസ കേന്ദ്രങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും രൂപീകരണത്തിന് വഴിയൊരുക്കി. പിൽക്കാല വേദകാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം എന്തായിരുന്നു? കൃഷി. ആദ്യകാല വേദകാലഘട്ടത്തിലെ കന്നുകാലി വളർത്തലിൽ നിന്ന് വ്യത്യസ്തമായി പിൽക്കാല വേദകാലഘട്ടത്തിൽ കൃഷി പ്രധാന ഉപജീവനമാർഗമായി മാറി. ഇരുമ്പ് ആയുധങ്ങളുടെയും മെച്ചപ്പെട്ട കാർഷിക വിദ്യകളുടെയും ഉപയോഗം കൃഷിയെ കൂടുതൽ കാര്യക്ഷമമാക്കി. കൃഷിയുടെ 4 പ്രധാന പ്രവർത്തനങ്ങളായ ഉഴവ്, വിത, കൊയ്ത്ത്, മെതി എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന ബ്രാഹ്മണ ഗ്രന്ഥം ഏതാണ്? ശതപഥ ബ്രാഹ്മണം. പിൽക്കാല വേദകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ബ്രാഹ്മണ ഗ്രന്ഥമാണ് ശതപഥ ബ്രാഹ്മണം. ഈ ഗ്രന്ഥം യജ്ഞങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നു. ഒപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൽ പരാമർശിക്കപ്പെടുന്നു. 24 കാളകളെ കെട്ടിയ ഒരു കലപ്പയെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥം ഏതാണ്? കടകസംഹിത. കടകസംഹിത യജുർവേദത്തിന്റെ ഭാഗമായ ഒരു പ്രാചീന ഗ്രന്ഥമാണ്. വലിയ കാർഷിക പ്രവർത്തനങ്ങൾക്കും നിലമുഴുവാനും അന്നത്തെ കാലത്ത് വലിയ കലപ്പകൾ ഉപയോഗിച്ചിരുന്നതായി ഈ പരാമർശം സൂചിപ്പിക്കുന്നു. ഇത് കൃഷിയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്ന മൺപാത്ര നിർമ്മാണ ശൈലി ഏതാണ്? പെയിന്റ്ഡ് ഗ്രേവെയർ (PGW) മൺപാത്രങ്ങൾ. പിൽക്കാല വേദകാലഘട്ടത്തിലെ പുരാവസ്തു ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം മൺപാത്ര നിർമ്മാണമാണ് പെയിന്റ്ഡ് ഗ്രേവെയർ (PGW) മൺപാത്രങ്ങൾ. ചാരനിറത്തിൽ നിർമ്മിച്ച് ചിത്രപ്പണികളുള്ള ഈ മൺപാത്രങ്ങൾ അക്കാലത്തെ കലാപരമായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിൽ കലപ്പയെയും ഉഴവുചാലിനെയും എങ്ങനെയാണ് വിളിച്ചിരുന്നത്? കലപ്പയെ സിര എന്നും ഉഴവുചാലിനെ സീത എന്നും വിളിച്ചിരുന്നു. വേദകാല സാഹിത്യത്തിൽ കാർഷിക ഉപകരണങ്ങൾക്കും അവയുടെ ഭാഗങ്ങൾക്കും പ്രത്യേക പേരുകളുണ്ടായിരുന്നു. സിര എന്നത് കലപ്പയെയും സീത എന്നത് നിലമുഴുതുമ്പോൾ ഉണ്ടാകുന്ന ചാലിനെയും സൂചിപ്പിക്കുന്നു. ഇത് അക്കാലത്തെ കാർഷിക പദാവലിക്ക് ഉദാഹരണമാണ്. പിൽക്കാല വേദകാലഘട്ടത്തിലെ നാണയ യൂണിറ്റുകൾ എന്തായിരുന്നു? നിഷ്കയും ശതമാനയും. പിൽക്കാല വേദകാലഘട്ടത്തിൽ സാമ്പത്തിക ഇടപാടുകൾക്കായി സ്വർണം കൊണ്ടുള്ള നിഷ്ക യും 100 രതിയുടെ തൂക്കമുള്ള ശതമാന യും നാണയങ്ങളായി ഉപയോഗിച്ചിരുന്നു. ഇത് ഒരു ക്രമീകൃത സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. പിൽക്കാല വേദകാലഘട്ടത്തിൽ സഭയും സമിതിയും നിലനിന്നപ്പോൾ ഏതു വേദകാല അസംബ്ലിയാണ് അപ്രത്യക്ഷമായത്? വിധാത. ആദ്യകാല വേദകാലഘട്ടത്തിലെ ഗോത്രവർഗ സഭകളായിരുന്ന സഭ, സമിതി, വിധാത എന്നിവയിൽ വിധാത പിന്നീട് അപ്രത്യക്ഷമായി. സഭയും സമിതിയും രാജാവിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്ഥാപനങ്ങളായി പിൽക്കാല വേദകാലത്തും നിലനിന്നു. പിൽക്കാല വേദകാലഘട്ടത്തിൽ സഭയിലെ സ്ത്രീകളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് എന്തു മാറ്റമാണ് സംഭവിച്ചത്? സഭയിൽ സ്ത്രീകളുടെ പ്രവേശനം നിരോധിച്ചു. ആദ്യകാല വേദകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സഭകളിലും മറ്റു പൊതുപരിപാടികളിലും പങ്കാളിത്തമുണ്ടായിരുന്നെങ്കിൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹിക പദവി കുറയുകയും സഭ പോലുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവരുടെ പ്രവേശനം നിരോധിക്കുകയും ചെയ്തു. ഇത് അക്കാലത്തെ സാമൂഹിക പരിവർത്തനങ്ങളെ എടുത്തുകാണിക്കുന്നു. പിന്നീട് വന്ന വൈദിക സമൂഹം എത്ര വർണ്ണങ്ങളായി വിഭജിക്കപ്പെട്ടു? ഏതൊക്കെയായിരുന്നു അവ?
അത് 4 വർണ്ണങ്ങളായി വിഭജിക്കപ്പെട്ടു: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ സമൂഹം ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണങ്ങളായി വേർതിരിക്കപ്പെട്ടു. ഓരോ വർണ്ണത്തിനും അതിന്റേതായ സാമൂഹികവും മതപരവുമായ ധർമ്മങ്ങളും സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. ഇത് സാമൂഹിക ശ്രേണിയുടെ അടിസ്ഥാനമായി കണക്കാക്കപ്പെട്ടു. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള പൊതുവായ പ്രവണത എന്തായിരുന്നു? സ്ത്രീകളുടെ പദവി കുറഞ്ഞു. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹികവും മതപരവുമായ പദവിയിൽ കാര്യമായ ഇടിവുണ്ടായി. പൊതുസഭകളിലെ അവരുടെ പങ്കാളിത്തം കുറയുകയും വിദ്യാഭ്യാസം, സ്വത്തവകാശം എന്നിവയിൽ നിയന്ത്രണങ്ങൾ വരികയും ചെയ്തു. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിലെ ഗാർഗി, മൈത്രേയി തുടങ്ങിയ പ്രമുഖ വനിതാ പണ്ഡിതകളെക്കുറിച്ച് ഏതു ബ്രാഹ്മണ ഗ്രന്ഥത്തിലാണ് പരാമർശിക്കുന്നത്? ശതപഥ ബ്രാഹ്മണത്തിൽ. ശതപഥ ബ്രാഹ്മണം വേദസാഹിത്യത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിലെ ഗാർഗി, മൈത്രേയി തുടങ്ങിയ വിദ്യാസമ്പന്നരായ സ്ത്രീകളെക്കുറിച്ചും അവരുടെ തത്വചിന്താപരമായ സംവാദങ്ങളെക്കുറിച്ചും ഈ ഗ്രന്ഥം പരാമർശിക്കുന്നു. ഗോത്രസമ്പ്രദായം ഒരു സാമൂഹിക മതസ്ഥാപനമായി ഔദ്യോഗികമായി രൂപപ്പെട്ടത് എപ്പോഴാണ്? പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ. ഗോത്രസമ്പ്രദായം പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിലാണ് ഒരു സാമൂഹിക മതസ്ഥാപനമായി ഔദ്യോഗികമായി ഉത്ഭവിച്ചത്. ഒരേ പൂർവികനിൽ നിന്നു വന്നവർ എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഈ സമ്പ്രദായം വിവാഹബന്ധങ്ങളെയും സാമൂഹിക ഐക്യത്തെയും നിർവചിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ ഇന്ദ്രനെയും അഗ്നിയെയും മാറ്റി ഏത് ദേവനാണ് പ്രാമുഖ്യം നേടിയത്? പ്രപഞ്ച സ്രഷ്ടാവായ പ്രജാപതി. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ പ്രജാപതി ദേവനാണ് മുഖ്യസ്ഥാനം നേടിയത്. പ്രജാപതിയെ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായും എല്ലാ ജീവജാലങ്ങളുടെയും പിതാവായും കണക്കാക്കി. ഇത് ആദ്യകാല വൈദിക ദേവന്മാരായ ഇന്ദ്രന്റെയും അഗ്നിയുടെയും പ്രാധാന്യം കുറയാൻ കാരണമായി. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ പൂഷൻ ദേവന്റെ പങ്ക് എങ്ങനെയാണ് മാറിയത്? പൂഷൻ യഥാർത്ഥത്തിൽ കന്നുകാലികളുടെ ദേവനായിരുന്നത് മൃഗങ്ങളുടെ സംരക്ഷകനായി മാറുകയും ശൂദ്രരുടെ ദേവനുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തു. പൂഷൻ ദേവന്റെ പങ്ക് പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ പരിണമിച്ചു. ആദ്യകാലത്ത് കന്നുകാലികളുടെയും യാത്രക്കാരുടെയും സംരക്ഷകനായിരുന്ന പൂഷൻ പിന്നീട് മൃഗങ്ങളുടെ പൊതുവായ സംരക്ഷകനായും ശൂദ്ര വിഭാഗത്തിന്റെ ദേവനായും അറിയപ്പെട്ടു. യാജ്ഞ, ആചാരങ്ങൾ, അന്തിമ യാഥാർത്ഥ്യം എന്നിവയെക്കുറിച്ച് ഉപനിഷത്തുകളുടെ നിലപാട് എന്തായിരുന്നു? ഉപനിഷത്തുകൾ യാജ്ഞകളെയും ആചാരങ്ങളെയും വ്യക്തമായി അപലപിക്കുകയും ബ്രഹ്മത്വത്തിന്റെ ഏക അധികാരം അംഗീകരിക്കുകയും ചെയ്തു. ഉപനിഷത്തുകൾ വൈദിക ആചാരങ്ങൾക്കും യാജ്ഞകൾക്കും ഉപരിയായി ആത്മീയ ജ്ഞാനത്തിനും ധ്യാനത്തിനും പ്രാധാന്യം നൽകി. ബാഹ്യമായ ചടങ്ങുകളേക്കാൾ ആന്തരികമായ സത്യത്തെയും പരമമായ യാഥാർത്ഥ്യമായ ബ്രഹ്മത്തെയും അറിയുന്നതിലാണ് മോക്ഷമെന്ന് ഉപനിഷത്തുകൾ പഠിപ്പിച്ചു. വേദാംഗങ്ങളെ അവയുടെ പരമ്പരാഗതമായ വേദഭാഗങ്ങളുമായി അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളുമായി യോജിപ്പിക്കുക. ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്. ശിക്ഷ, മൂക്ക്, സ്വരശാസ്ത്രം, കൽപ്പം, കൈകൾ, ആചാരം, നിരുക്തം, ചെവികൾ, നിരുക്തിശാസ്ത്രം, വ്യാകരണം, വായ, വ്യാകരണം, ജ്യോതിഷം, കണ്ണുകൾ, ജ്യോതിശാസ്ത്രം, ഛന്ദസ്, പാദം, വൃത്തശാസ്ത്രം. വേദാംഗങ്ങൾ വേദങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും സഹായിക്കുന്ന 6 അനുബന്ധ ശാസ്ത്രങ്ങളാണ്. ഇവ ഓരോന്നും വേദപഠനത്തിന്റെ ഒരു പ്രത്യേക വശത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് വൈദിക പാരമ്പര്യത്തിന്റെ സമഗ്രമായ പഠനരീതിയെ വ്യക്തമാക്കുന്നു. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരുകളെ അവയുടെ ദിശകളുമായി യോജിപ്പിക്കുക. പ്രാചി, പ്രതീച്യ, ഉദീച്യ, രാജ്യം, ഭോജ്യം. പ്രാചി കിഴക്ക്, സമ്രാട്ട്. പ്രതീച്യ പടിഞ്ഞാറ്, സ്വരാട്ട്. ഉദീച്യ വടക്ക്, വിരാട്ട്. രാജ്യം മദ്യം, രാജ. ഭോജ്യം തെക്ക്, ഭോജൻ. പിന്നീട് വന്ന വൈദിക കാലഘട്ടത്തിൽ വിവിധ ദിശകളിലെ രാജാക്കന്മാർക്ക് പ്രത്യേക സ്ഥാനപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് അന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥയുടെയും പ്രാദേശിക ഭരണരീതികളുടെയും ഒരു സൂചന നൽകുന്നു. ചക്രവർത്തി എന്ന ആശയം ഈ കാലഘട്ടത്തിൽ വികസിച്ചു. വൈദികാനന്തര കാലഘട്ടത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് വികസിച്ചത്? കാശി, കോസലം, വിദേഹം, മഗധ, അംഗം. വൈദികാനന്തര കാലഘട്ടത്തിൽ നിരവധി മഹാജനപദങ്ങൾ രൂപം കൊണ്ടു.
കാശി, കോസലം, വിദേഹം, മഗധ, അംഗം തുടങ്ങിയ ശക്തമായ രാജ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വളർന്നു. ഇവ പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. പിൽക്കാല വേദകാലഘട്ടത്തിൽ വൈദിക സംസ്കാരത്തിന്റെ മികച്ച പ്രതിനിധികളായി കണക്കാക്കപ്പെട്ടിരുന്ന രണ്ട് പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? കുരുവും പാഞ്ചാലയും. പിൽക്കാല വേദകാലഘട്ടത്തിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ വികാസങ്ങൾ കുരു, പാഞ്ചാല എന്നീ പ്രദേശങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. ഈ പ്രദേശങ്ങളിലെ ജനജീവിതവും സംസ്കാരവും വേദകാല പാരമ്പര്യങ്ങളെ മികച്ച രീതിയിൽ പ്രതിനിധാനം ചെയ്തിരുന്നു. അവയുടെ രാഷ്ട്രീയ ഘടനകളും സാമൂഹിക ക്രമീകരണങ്ങളും വേദകാല തത്വങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. വേദാനന്തര കാലഘട്ടത്തിൽ രാജാവിന്റെ സ്ഥാനം എങ്ങനെയാണ് വികസിച്ചത്? രാജാവിന്റെ സ്ഥാനം പാരമ്പര്യമായി മാറി. വേദാനന്തര കാലഘട്ടത്തിൽ ഗോത്രങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി എന്നതിൽ നിന്ന് രാജാവിന്റെ സ്ഥാനം പാരമ്പര്യ സ്വഭാവമുള്ള ഒന്നായി മാറി. ഇത് രാജവാഴ്ച ശക്തിപ്പെടുത്തുന്നതിനും രാജാധികാരത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനും സഹായിച്ചു. ഈ മാറ്റം കൂടുതൽ വലിയ സാമ്രാജ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കി. പുത്രി സകല ദുരിതങ്ങളുടെയും മൂലകാരണമാണ് എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പ്രസ്താവിച്ചിരിക്കുന്നത്? അയരേയ ബ്രാഹ്മണം. അയരേയ ബ്രാഹ്മണം ഋഗ്വേദവുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഹ്മണ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ സ്ത്രീകളെയും പ്രത്യേകിച്ച് പുത്രിമാരെയും കുറിച്ചുള്ള സമൂഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ പ്രതിഫലിക്കുന്നുണ്ട്. അക്കാലത്തെ സാമൂഹിക ഘടനയിലും ലിംഗപരമായ വേർതിരിവുകളിലും ഈ പ്രസ്താവന വെളിച്ചം വീശുന്നു. ചൂതാട്ടത്തിനും മദ്യത്തിനും തുല്യമായി സ്ത്രീകളെ കണക്കാക്കിയിരിക്കുന്ന സംഹിത ഏതാണ്? മൈത്രായണി സംഹിത. യജുർവേദവുമായി ബന്ധപ്പെട്ട മൈത്രായണി സംഹിതയിൽ സ്ത്രീകളെ ചൂതാട്ടം, മദ്യം എന്നിവയോട് ഉപമിച്ചിരിക്കുന്നു. ഇത് വേദകാലഘട്ടത്തിലെ സ്ത്രീകളുടെ സാമൂഹിക സ്ഥാനത്തെക്കുറിച്ചുള്ള ചില പ്രതികൂല നിലപാടുകൾ വ്യക്തമാക്കുന്നു. അക്കാലത്തെ ലിംഗഭേദപരമായ സമീപനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഈ പരാമർശം സഹായകമാണ്. ശൈശവ വിവാഹത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം എവിടെയാണ് കാണപ്പെടുന്നത്? ചാന്തോഗ്യ ഉപനിഷത്തിൽ. പ്രാചീന ഭാരതത്തിലെ സാമൂഹിക സമ്പ്രദായങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ചാന്തോഗ്യ ഉപനിഷത്തിലെ ഈ പരാമർശം പ്രധാനമാണ്. ശൈശവ വിവാഹമെന്ന ദുരാചാരത്തിന്റെ വേരുകൾ എത്രത്തോളം പഴക്കമുള്ളതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ പരാമർശം ഒരു സാമൂഹിക പഠന വിഷയമായി കണക്കാക്കാം. ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഗൗതമ ബുദ്ധൻ. ബുദ്ധമതം ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നാണ്. അതിന്റെ സ്ഥാപകൻ സിദ്ധാർത്ഥ ഗൗതമൻ എന്നറിയപ്പെടുന്ന ഗൗതമ ബുദ്ധനാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും തത്വങ്ങളും ധാർമ്മികതയ്ക്കും ആത്മീയ വികാസത്തിനും ഊന്നൽ നൽകുന്നു. ബുദ്ധമതം ഏഷ്യൻ സംസ്കാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗൗതമ ബുദ്ധൻ എവിടെ എന്നാണ് ജനിച്ചത്? BC 563 കപിലവസ്തുവിലെ ലുംബിനി വനത്തിൽ റുമ്മിന്ദേയി അദ്ദേഹം ജനിച്ചു. BC 563 ഇന്നത്തെ നേപ്പാളിലെ ലുംബിനി വനത്തിൽ സിദ്ധാർത്ഥ ഗൗതമൻ ജനിച്ചു. ഈ സ്ഥലം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധന്റെ ജനനം ബുദ്ധമത ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായി കണക്കാക്കപ്പെടുന്നു. ഗൗതമ ബുദ്ധന്റെ ബാല്യകാല നാമം എന്തായിരുന്നു? സിദ്ധാർത്ഥൻ. രാജകുമാരനായിരുന്ന ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ ഗൗതമൻ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ആത്മീയ മാർഗത്തിലേക്ക് തിരിയുകയും ബുദ്ധൻ അഥവാ ജ്ഞാനോദയം ലഭിച്ചവൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഈ പേര് അദ്ദേഹത്തിന്റെ രാജകീയ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. ഗൗതമ ബുദ്ധന്റെ മാതാപിതാക്കൾ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പിതാവ് ശുദ്ധോദനനും മാതാവ് മായാദേവിയും മഹാമായ എന്നും അറിയപ്പെടുന്നു ആയിരുന്നു. ശാക്യവംശത്തിലെ രാജാവായിരുന്ന ശുദ്ധോദനനും രാജ്ഞിയായിരുന്ന മായാദേവിയും മഹാമായ ആയിരുന്നു സിദ്ധാർത്ഥ ഗൗതമന്റെ മാതാപിതാക്കൾ. ബുദ്ധന്റെ ജനനശേഷം അധികം വൈകാതെ മായാദേവി അന്തരിച്ചു. പിന്നീട് അദ്ദേഹത്തെ വളർത്തിയത് മാതൃസഹോദരിയായ മഹാപ്രജാപതി ഗൗതമിയായിരുന്നു. വിരാട് നഗറിൽ തലസ്ഥാനമുണ്ടായിരുന്നതും രാജസ്ഥാനിലെ ജയ്പൂർ, അൽവാർ, ഭരത്പൂർ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്നതുമായ മഹാജനപദം ഏതായിരുന്നു? മത്സ്യ മഹാജനപദം ഇന്നത്തെ രാജസ്ഥാനിലെ ജയ്പൂർ, അൽവാർ, ഭരത്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപിച്ചിരുന്നു. മഹാഭാരതത്തിൽ പാണ്ഡവർ തങ്ങളുടെ അജ്ഞാതവാസം വിരാടരാജന്റെ രാജ്യത്താണ് കഴിച്ചുകൂട്ടിയത്. വിരാട് നഗർ ആയിരുന്നു ഇതിന്റെ തലസ്ഥാനം. പാവയിലും കുശിനഗരത്തിലും തലസ്ഥാനങ്ങളുണ്ടായിരുന്നതും ഉത്തർപ്രദേശിലെ ദേവരിയ, ഗോരഖ്പൂർ, സിദ്ധാർത്ഥനഗർ, നേപ്പാൾ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്നതുമായ മഹാജനപദം ഏതായിരുന്നു?
മല്ല മല്ല മഹാജനപദം ഇന്നത്തെ ഉത്തർപ്രദേശിലെ കിഴക്കൻ ഭാഗങ്ങളിലും നേപ്പാൾ അതിർത്തി പ്രദേശങ്ങളിലുമായി വ്യാപിച്ചിരുന്നു. പാവയും കുശിനഗരവും ഇതിന്റെ രണ്ട് തലസ്ഥാനങ്ങളായിരുന്നു. ഗൗതമ ബുദ്ധനും മഹാവീരനും കുശിനഗരത്തിൽ വെച്ചാണ് നിർവ്വാണം പ്രാപിച്ചത്. തക്ഷശിലയിൽ തലസ്ഥാനമുണ്ടായിരുന്നതും ഇന്നത്തെ പാകിസ്ഥാനിലെ റാവൽപിണ്ടി, പെഷവാർ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്നതുമായ മഹാജനപദം ഏതായിരുന്നു? ഗാന്ധാരം. ഗാന്ധാര മഹാജനപദം ഇന്നത്തെ പാകിസ്ഥാനിലെ വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിലും അഫ്ഗാനിസ്ഥാനിന്റെ ചില ഭാഗങ്ങളിലും വ്യാപിച്ചിരുന്നു. തക്ഷശില ടാക്സീല അതിന്റെ തലസ്ഥാനമായിരുന്നു. പുരാതന ലോകത്തിലെ ഒരു പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ഇത്. ചാണക്യനും പാണിനിയും ഇവിടെ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനും സ്ഥാപകനും ആരായിരുന്നു? ഋഷഭദേവൻ. ജൈനമതത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന ആദ്യ തീർത്ഥങ്കരനാണ് ഋഷഭദേവൻ. ഇദ്ദേഹത്തെ ആദിനാഥൻ എന്നും അറിയപ്പെടുന്നു. ഇക്ഷ്വാകു രാജവംശത്തിലെ നബിയുടെയും മരുദേവിയുടെയും പുത്രനാണ് ഋഷഭദേവൻ. ജൈനമതത്തിലെ 23ാമത്തെ തീർത്ഥങ്കരൻ ആരായിരുന്നു? പാർശ്വനാഥൻ. മഹാവീരനു മുൻപ് ജൈനമതത്തെ നയിച്ച 23ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ. അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം എന്നീ 4 പ്രധാന തത്വങ്ങൾ ഇദ്ദേഹം പ്രചരിപ്പിച്ചു. ബനാറസിലെ രാജാവ് അശ്വസേനന്റെ മകനായിരുന്നു പാർശ്വനാഥൻ. കാശിയിലെ ഇക്ഷ്വാകു രാജവംശത്തിലെ ഏത് രാജാവിന്റെ പുത്രനായിരുന്നു പാർശ്വനാഥൻ? രാജാവ് അശ്വസേനൻ. ജൈനമതത്തിലെ 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ കാശിയിലെ ഇക്ഷ്വാകു രാജവംശത്തിലെ രാജാവ് അശ്വസേനന്റെയും രാജ്ഞി വാമദേവിയുടെയും പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനം BC 872 ബനാറസിലായിരുന്നു. പാർശ്വനാഥൻ പ്രചരിപ്പിച്ച 4 പ്രധാന പഠിപ്പിക്കലുകൾ, മഹാവ്രതങ്ങൾ എന്തൊക്കെയായിരുന്നു? സത്യം, സത്യസന്ധത, അഹിംസ, അക്രമരാഹിത്യം, അസ്തേയം, മോഷ്ടിക്കരുത്, അപരിഗ്രഹം, സമ്പത്ത് സ്വന്തമാക്കാതിരിക്കുക. ജൈനമതത്തിലെ 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ മുന്നോട്ടുവെച്ച 4 മഹാവ്രതങ്ങളാണിവ. ഈ തത്വങ്ങൾ ജൈനധർമ്മത്തിന്റെ അടിസ്ഥാന ശിലകളായി കണക്കാക്കപ്പെടുന്നു. മഹാവീരൻ പിന്നീട് ബ്രഹ്മചര്യം എന്ന 5ാമത്തെ വ്രതം കൂടി ചേർത്തു. പാർശ്വനാഥന്റെ അനുയായികൾ എങ്ങനെ അറിയപ്പെട്ടു? നിർഗ്രന്ഥർ. ബന്ധനങ്ങളിൽ നിന്ന് മുക്തരായവർ എന്ന് അർത്ഥം വരുന്ന നിർഗ്രന്ഥർ എന്നാണ് പാർശ്വനാഥന്റെ അനുയായികൾ അറിയപ്പെട്ടിരുന്നത്. മഹാവീരന്റെ കാലത്തും ഈ പേര് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ജൈനന്മാർ എന്ന പേര് കൂടുതൽ പ്രചാരത്തിലായി. ജൈനമതത്തിലെ 24 സ്വരചിഹ്നം ആമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരൻ ആരായിരുന്നു? മഹാവീരസ്വാമി. ജൈനമതത്തിന്റെ ചരിത്രത്തിലെ 24 സ്വരചിഹ്നം ആമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനാണ് മഹാവീരസ്വാമി. ഇദ്ദേഹം ജൈനമതത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയും അതിന്റെ തത്വങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ജൈനമതത്തെ അതിന്റെ ഇന്നത്തെ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് മഹാവീരനാണ്. മഹാവീരസ്വാമി എവിടെ, എപ്പോൾ ജനിച്ചു? വൈശാലിയിലെ കുന്നഗ്രാമിൽ BC 599 ജൈനമത സ്ഥാപകനായ മഹാവീരസ്വാമി BC 599 ചില ചരിത്രകാരന്മാർ BC 540 എന്നും രേഖപ്പെടുത്തുന്നു. ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്നഗ്രാമിൽ ജനിച്ചു. ഈ സ്ഥലം ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാവീരസ്വാമിയുടെ മാതാപിതാക്കൾ ആരായിരുന്നു? പിതാവ് ജ്ഞാത്രിക കുലത്തിലെ ക്ഷത്രിയ രാജാവായ സിദ്ധാർത്ഥനും മാതാവ് ലിച്ഛാവി രാജാവ് ചേതകന്റെ സഹോദരിയായ ത്രിശാലയുമായിരുന്നു. മഹാവീരന്റെ പിതാവ് ഗ്രാമത്തിലെ തലവനായിരുന്ന സിദ്ധാർത്ഥനും മാതാവ് പ്രമുഖ ലിച്ഛാവി രാജാവ് ചേതകന്റെ സഹോദരി ത്രിശാലാദേവിയുമായിരുന്നു. ഈ രാജകീയ പശ്ചാത്തലം മഹാവീരന്റെ ജീവിതത്തെയും ജൈനമതത്തിന്റെ വളർച്ചയെയും സ്വാധീനിച്ചു. മഹാവീരസ്വാമിയുടെ കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? വർദ്ധമാനൻ. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരന്റെ കുട്ടിക്കാലത്തെ പേര് വർദ്ധമാനൻ എന്നായിരുന്നു. അർത്ഥം വളരുന്നവൻ അല്ലെങ്കിൽ വർദ്ധിച്ചുവരുന്നവൻ എന്നാണ്. പിന്നീട് അദ്ദേഹം ആത്മീയജ്ഞാനം നേടിയതിനു ശേഷം മഹാവീരൻ എന്നറിയപ്പെട്ടു. മഹാവീരൻ എവിടെ വെച്ച് ഏതു മരച്ചുവട്ടിൽ വെച്ചാണ് കൈവല്യം, ജ്ഞാനോദയം നേടിയത്? ജ്രംബിക ഗ്രാമത്തിനടുത്തുള്ള ഋജുപാലിക നദിയുടെ തീരത്തുള്ള ഒരു സാൽ മരച്ചുവട്ടിൽ വെച്ച്.
12 വർഷത്തെ കഠിനതപസ്സുകൾക്ക് ശേഷം മഹാവീരൻ ജ്രംബിക ഗ്രാമത്തിനടുത്തുള്ള ഋജുപാലിക നദിയുടെ തീരത്തുള്ള ഒരു സാൽ മരച്ചുവട്ടിൽ വെച്ച് പരമമായ ജ്ഞാനം അഥവാ കൈവല്യം നേടി. ഈ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ബോധോദയം പ്രാപിച്ചതിനുശേഷം മഹാവീരന് നൽകിയ സ്ഥാനപ്പേരുകൾ എന്തൊക്കെയായിരുന്നു? ജിനൻ, വിജയി, അർഹന്തൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ, നിർഗ്രന്ഥൻ, ബന്ധനങ്ങളിൽ നിന്ന് മുക്തൻ. മഹാവീരൻ തപസ്സിലൂടെ പരമമായ ജ്ഞാനം, കൈവല്യം നേടിയ ശേഷമാണ് ഈ സ്ഥാനപ്പേരുകൾ ലഭിച്ചത്. ജിനൻ എന്ന പദത്തിൽ നിന്നാണ് ജൈനം എന്ന മതം ഉത്ഭവിച്ചത്. ഈ പദവികൾ അദ്ദേഹത്തിന്റെ ആത്മീയ വിജയത്തെയും നിർബന്ധങ്ങളിൽ നിന്നുള്ള മോചനത്തെയും സൂചിപ്പിക്കുന്നു. മഹാവീരസ്വാമി തന്റെ പ്രഭാഷണങ്ങൾ ഏതു ഭാഷയിലാണ് നടത്തിയത്? പ്രാകൃത്, അർദ്ധമാഗധി. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള പ്രാകൃത് ഭാഷയിലാണ് മഹാവീരൻ തന്റെ പ്രഭാഷണങ്ങൾ നടത്തിയത്. അർദ്ധമാഗധി അക്കാലത്തെ കിഴക്കൻ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഒന്നായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായകമായി. മഹാവീരസ്വാമിയുടെ ആദ്യ ശിഷ്യൻ ആരായിരുന്നു? ജമാലി, അദ്ദേഹത്തിന്റെ മരുമകൻ. മഹാവീരസ്വാമിയുടെ മരുമകനായ ജമാലിയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ശിഷ്യൻ. പിന്നീട് ജമാലി മഹാവീരനുമായി ചില തത്വചിന്താപരമായ കാര്യങ്ങളിൽ വിയോജിക്കുകയും സ്വന്തമായി ഒരു വിഭാഗം സ്ഥാപിക്കുകയും ചെയ്തു. മഹാവീരസ്വാമിയുടെ ആദ്യത്തെ വനിതാ ശിഷ്യ ആരായിരുന്നു? ചമ്പ നരേഷ് ദതിവാഹനന്റെ മകളായ ചന്ദന. മഹാവീരസ്വാമിയുടെ ആദ്യത്തെ വനിതാ ശിഷ്യ ചന്ദനയായിരുന്നു. അവർ ജൈനമതത്തിലെ സന്യാസിനികളുടെ വിഭാഗത്തിന്റെ തലവിയായി പിന്നീട് അറിയപ്പെട്ടു. ജൈനമതത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെപ്പോലെ ആത്മീയ മോക്ഷം നേടാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. സാംഖ്യദർശനത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? കപിലൻ. കപില മുനിയാണ് സാംഖ്യദർശനത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. ഈ ദർശനം പുരുഷൻ, ആത്മാവ്, പ്രകൃതി, ദ്രവ്യം എന്നീ രണ്ട് പ്രധാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജ്ഞാനത്തിലൂടെ മോക്ഷം നേടാമെന്ന് ഈ ചിന്താധാര പഠിപ്പിക്കുന്നു.